അങ്ങനെ റോണിൻ ഫൈനലി 24,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് മീൻസ് 5th ജനറൽ സർവീസിനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം യൂസിലാണ്. ആക്ച്വലി സർവീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ തുടങ്ങുമ്പോഴാണ് ഈ ഇൻട്രോ എടുക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈരിട്ടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. 12,000 കഴിഞ്ഞ് വരുന്ന ഒരു മേജർ സർവീസാണ്. അതായത് ഇതിൽ നമ്മൾ ഓയിൽ ഫിൽട്ടർ, സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽട്ടർ അതുപോലെയുള്ള കമ്പോണൻസ് ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സർവീസാണിത്. ഇനിയും ഇത് കഴിഞ്ഞാൽ അടുത്ത 12,000 കിലോമീറ്ററിലാണ് നമ്മൾ ഈ കമ്പോണൻസ്, അതായത് ഓയിൽ ഒഴിച്ച് ബാക്കി സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽട്ടർ പോലെയുള്ള കമ്പോണൻസ് ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത സർവീസ് വരുന്നത് നമുക്ക് 30,000-ലായിരിക്കും, അല്ലെങ്കിൽ 6 മാസത്തെ പീരീഡിലായിരിക്കും. അപ്പോൾ എന്തായാലും ഈ സർവീസ് കഴിഞ്ഞോട് കൂടിയിട്ട് ഏകദേശം നല്ലൊരു കിലോമീറ്റർ നമ്മൾ റോഡിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻ ഡെപ്ത് യൂസർ റിവ്യൂ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതായത് ഈ ഒരു 24,000 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം 309 ദിവസം കൊണ്ടാണ്. അതായത് വാഹനം എടുത്ത് ഏകദേശം 1 വർഷം ആവുന്നേ ഉള്ളൂ. സോ ഒരു നല്ലൊരു നമ്പർ ഓഫ് കിലോമീറ്റേഴ്സ് തന്നെ നമ്മൾ റോഡിൽ കവർ ചെയ്തു. അതും വേരിയസ് റൈഡിങ് കണ്ടീഷനിൽ, വേരിയസ് ടെറൈൻസിലൊക്കെ തന്നെ. അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും നമ്മുടെ റിവ്യൂ വീഡിയോ വരുന്നത്. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ആ വീഡിയോ വരാനായിട്ട് കുറച്ചൊന്ന് കാത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് TVSൻ്റെ തന്നെ എഞ്ചിൻ ഓയിൽ ഫ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 99 രൂപയാണ് ഈ ഒരു ബോട്ടിലിൻ്റെ പ്രൈസ് വരുന്നത്. 50 ml ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം 24,000 കിലോമീറ്ററോളം വണ്ടി ഓടി. ഇതുവരെ വണ്ടിയുടെ എഞ്ചിൻ്റെ ക്രാങ്ക് കേസിലും മറ്റും അടിഞ്ഞിരിക്കുന്ന സ്ലഷും കാർബൺ ഡെപ്പോസിറ്റ്സും ഒക്കെ തന്നെ ഒന്ന് ക്ലീൻ ഓഫ് ചെയ്തിടുക. അതുപോലെ തന്നെ ഓയിൽ പമ്പ്, ഓയിൽ എഞ്ചിനുള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പാസയൊക്കെ തന്നെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ചെറിയ ഡിബ്രി ഒക്കെ അവിടെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്ലിയർ ഓഫ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ളൊരു എഞ്ചിൻ ഫ്ലഷ് അല്ലെന്നുണ്ടെങ്കിൽ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളുടെ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽസിൽ ഇത് ആഡഡ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഫോർ ബെറ്റർ ക്ലീനിങ് ഓഫ് ദ എഞ്ചിൻ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ എഞ്ചിന് ഇത് ഒഴിച്ചതിന് ശേഷം ഐഡിലാക്കി നിർത്തും. അതെല്ലായിടത്തൂടെ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് എഞ്ചിനകത്തിരിക്കുന്ന ആ ഒരു ഡെബ്രി ഒക്കെ തന്നെ ഇളക്കി വരാനായിട്ട്. അതിനുശേഷം നമ്മൾ നോർമലി എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ ഇത് ഡ്രെയിൻ ഓഫ് ചെയ്തിട്ട് പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് എഞ്ചിൻ ഓയിൽ ഫ്ലഷുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് വിലക്കുറവ് തോന്നുന്നുണ്ട്. കാരണം 100 രൂപയുള്ളൂ നമുക്ക് ഈ ഒരു ബോട്ടിലിന്. നോർമലി മറ്റ് ആഫ്റ്റർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് മുകളിൽ വില വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും എങ്ങനെയുണ്ട് സാധനം നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് നമ്മുടെ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കില്ല. എങ്കിലും ലോങ് ടൈമിൽ നമ്മുടെ എഞ്ചിന് നല്ലൊരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 20,000 കിലോമീറ്റേഴ്സിലെങ്കിലും ഇങ്ങനെ എഞ്ചിൻ ഓയിൽ ഫ്രഷ് ചെയ്ത് കളയുന്നത്. മണ്ണെണ്ണയുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഈ സർവീസ് അടുത്തപ്പോൾ നമുക്കൊരു ചെറിയ ഇഷ്യൂ കാണിച്ചിരുന്നു. അതായത് നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗിയർ സെൻസർ ഇപ്പോൾ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അത് അണ്ടർ വാറണ്ടി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ഈ സർവീസിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഗിയർ സെൻസർ എന്ന് പറയുന്നത്. ഇതിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അടിച്ച് പോയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. ഇന്ന് രാവിലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറിയ ഒരു ഗിയർ കറക്റ്റായിട്ടൊന്നും കാണിക്കാണ്ടായിട്ടുള്ള ചില ഇഷ്യൂസ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവരത് റീപ്ലേസ് ചെയ്തു. ഇതാണ് നമ്മുടെ പുതിയ ഗിയർ സെൻസർ. ഏകദേശം 24,000 കിലോമീറ്റർ ഓടി നമ്മുടെ ഈ ഒരു പഴയ ഗിയർ പൊസിഷൻ സെൻസർ എന്ന് പറയുന്നത്. കുഴപ്പമില്ല, വാറണ്ടി ഇല്ലായതുകൊണ്ട് നമുക്ക് വലിയ സീനൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ബില്ലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്കായിരിക്കുന്നത് 2,502 രൂപയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ആ ഒരു സെൻസറിൻ്റെ എമൗണ്ട് വന്നിട്ടില്ല, കാരണം അത് വാറണ്ടിയിൽ നമുക്ക് ക്ലെയിം ആവുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഒഴിച്ച് നമ്മുടെ ബാക്കി മാറിയ കമ്പോണൻസിൻ്റെയും അതിൻ്റെ ലേബറും കൂടാണ് ഇതിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഓയിൽ ഫിൽട്ടർ, എഞ്ചിൻ ഓയിൽ, സ്പാർക്ക് പ്ലഗ്, എഞ്ചിൻ ഫ്ലഷ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എയർ ഫിൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ലേബർ ഉൾപ്പെടെയുള്ള ഒരു ചാർജാണ്. അപ്പോൾ 5th സർവീസാണിത്. 24,000 കിലോമീറ്ററിൽ ഉള്ള സർവീസാണ്. ഇപ്പം അതൊരു മേജർ സർവീസ് തന്നെയാണ്. കാരണം ഇതിൽ നമുക്ക് സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും മാറ്റം വരുന്നുണ്ട്. സാധാരണ ഇടയ്ക്ക് വരുന്ന 6,000 സർവീസിൽ നമ്മളത് മാറാറില്ല. എഞ്ചിൻ ഓയിലും അതിൻ്റെ ഫിൽറ്ററും മാറാറ് പതിവുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 2 കാര്യങ്ങളുടെ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് അപ്പോൾ ഇത്രയും ചാർജ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി 2,500 രൂപ എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയൊരു എമൗണ്ട് ആയിട്ട് ഇതിൽ തോന്നുന്നില്ല. കാരണം വണ്ടി ഓടിയതും
അതിൻ്റെ ആ ഒരു സർവീസും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ഫെയർ എമൗണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സർവീസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് വലിയൊരു സംഭവമായിട്ടൊന്നുമില്ല, ജനറലി ഉള്ള ഒരു സർവീസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നതും. അപ്പോൾ ഇത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും റോണിൻ്റെ 5th സർവീസ് കഴിഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ വണ്ടിയിൽ നിന്നും ഇപ്പോഴത്തെ പെർഫോമൻസ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്നും ആ ഒരു സർവീസിനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാനോട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.